ബീഹാർ ജഹനാബാദ് സിദ്ധനാഥ ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് 7 പേർ മരിച്ചു. 30-ലേറെ പേർക്ക് പരിക്കെന്നാണ് റിപ്പോർട്ട്. പരിക്ക് ഏറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൻ്റെ വിവരങ്ങളുമായി സ്വാതി ചേരുന്നു. സ്വാതി, ഈ തിക്കും തിരക്കും എങ്ങനെയാണ് ഉണ്ടായത്? എന്തൊക്കെയാണ് അതിൻ്റെ വിവരങ്ങളായി പറയാനാകുന്നത്? രാവിലെ പുലർച്ചെയോടെയാണ് ഈ തിക്കും തിരക്കിലും പെട്ട 3 സ്ത്രീകൾ ഉൾപ്പെടെ 7 പേർ മരിച്ചെന്ന വാർത്ത വന്നിട്ടുള്ളത്. ബീഹാറിലെ ജഹനാബാദ് സിദ്ധേശ്വരനാഥ ക്ഷേത്രത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. ആദ്യം 35-ലധികം പേർക്ക് പരിക്കേറ്റ് ആശുപത്രിയിലായിരുന്നു. ഇപ്പോൾ ഈ പരിക്കേറ്റവരുടെ എണ്ണത്തിൽ വർധനവുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മാത്രമല്ല, ഇവിടെ വോളണ്ടിയേഴ്സ് ഈ ആചാരങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരുന്നവർക്ക് നേരെ ലാത്തിചാർജ് നടത്തി എന്നൊരു ആരോപണം കൂടി ഉയർന്നു വരുന്നുണ്ട്. തിരക്ക് നിയന്ത്രിക്കാനെടുത്ത നടപടിയാണ് ഈ ദുരന്തത്തിൽ കലാശിച്ചെന്നും റിപ്പോർട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അധികൃതരുടെ ഭാഗത്തൊന്നും യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്ന ന്യായീകരണവുമായി അവർ രംഗത്ത് വരുന്നുണ്ട്. എന്നാൽ ഈ തിക്കും തിരക്കും ക്രമീകരിക്കാൻ വേണ്ടുന്ന സജ്ജീകരണങ്ങൾ അവിടെ ഉണ്ടാകാത്താണ് ഈ അപകടത്തിന് കാരണമെന്നാണ് മരിച്ചവരുടെ ബന്ധുക്കളടക്കം പറയുന്നത്. എന്തായാലും ഈ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ 7 പേരാണ് ഈ സംഭവത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. 35-ലധികം പേരെ ഇപ്പോൾ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, ഹത്രാസിലും ഈ ഇടയ്ക്കാണ് ഒരു മതപരമായ ചടങ്ങിൽ 120ഓളം പേർ തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നീടാണ് ഇപ്പൊ വീണ്ടും ബീഹാറിലും ഈ ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട ഈ ആളുകൾ മരിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നത്. എന്തായാലും ദാരുണമായ സംഭവം ക്ഷേത്രത്തിൽ അതൊരു ആൾ ദൈവത്തിന്റെ സ്ഥലത്തായിരുന്നു. അവിടെ വരുത്തിയിരുന്ന ക്രമീകരണങ്ങളൊക്കെ വലിയ പരാജയമായിരുന്നു എന്നാണ് പിന്നീട് നമ്മൾ കണ്ടെത്തിയിരുന്നത്. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ അവിടെ പുലർച്ചെ എങ്ങനെയാണ് ഈ തിക്കും തിരക്കും ഉണ്ടാകുന്നത്? അതിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത്തരം ക്രമീകരണങ്ങളൊന്നും ക്ഷേത്രാധികൃതർ നടത്തിയിരുന്നില്ലേ? അജിൻഷാദ് സൂചിപ്പിച്ച പോലെ ഈ ശ്രാവണ മാസവുമായി ബന്ധപ്പെട്ട് ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന എന്തോ ഒരു പ്രധാന ആചാരത്തിന്റെ ഭാഗമായാണ് ഇത്രയും ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇത്രയും ആളുകൾ എത്തിച്ചേർന്നിട്ടും ഇത് നിയന്ത്രിക്കാൻ വേണ്ടുന്ന നടപടികളൊന്നും തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവരെ നിയന്ത്രിക്കാൻ വേണ്ടി ഈ വോളണ്ടിയർമാർ ലാത്തിചാർജ് നടത്തിയെന്നൊരു ആരോപണം ഒരു സൈഡിൽ ഉയരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വ്യക്തത ഇനി മുന്നോട്ടുള്ള മണിക്കൂറുകളിൽ മാത്രമേ വരേണ്ടതായിട്ടുള്ളൂ. അധികൃതരുടെ ഭാഗത്തു നിന്നും എന്നാൽ അത് അങ്ങനെയൊന്നും ില്ല എന്ന ന്യായീകരണം കൂടി വന്നിട്ടുണ്ട്. കൃത്യമായ സജ്ജീകരണങ്ങൾ ഉണ്ടാക്കാത്തത് തന്നെയാണ് അപകടത്തിന് പിന്നിൽ ഉള്ളത് എന്ന് തന്നെയാണ് ഈ മരണപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും ബന്ധുക്കളടക്കം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ചില NCC വോളണ്ടിയർമാർ തിരക്ക് നിയന്ത്രിക്കാൻ ലാത്തി ഉപയോഗിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് എന്ന കാര്യത്തിൽ തന്നെ ബന്ധുക്കൾ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. അവരുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങളൊക്കെ തന്നെയും ഇനി അടുത്ത മണിക്കൂറുകളിൽ പുറത്തു വരും. എന്തായാലും സ്വാതിയാണ് വിവരങ്ങൾ നൽകിയത്. ബീഹാറിലുണ്ടായ തിക്കിലും തിരക്കിലും, ക്ഷേത്രത്തിലുണ്ടായ തിക്കിലും തിരക്കിലും 7 പേരാണ് മരിച്ചത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ വോളണ്ടിയറായി ഏർപ്പെടുത്തിയിരുന്നവർ ലാത്തിചാർജ് നടത്തിയതാണ് തിക്കും തിരക്കും ഉണ്ടായി മരണത്തിലേക്ക് നയിച്ചതെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. അതേ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത ഇനി വരേണ്ടതുണ്ട്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് സ്വാതി നൽകിയത്.